ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫേഷ്യൽ ചെയ്താലോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നത്. നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോ ആവും, ഒന്ന് ക്ലിയർ ആവും, ഒന്ന് ബ്രൈറ്റൻ ആവും. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇത് 4 സ്റ്റെപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് എന്തൊക്കെ വേണം, എന്തൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. പുറത്ത് വണ്ടിയുടെ സൗണ്ട് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് ഫേസ് ക്ലെൻസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ക്ലെൻസ് ചെയ്യാൻ ഇത് പാലും മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന പാല് പാക്കറ്റ് പാലല്ല, അതായത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാലല്ല, ഇത് നമ്മളിവിടെ വീട്ടിൽ നിന്ന് തന്നെ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആ പാലും അതിൻ്റെ പാടുണ്ടായിരിക്കും. ചില പാലിന് നമ്മളിവിടെ പാടാന്നാണ് പറയുക. അപ്പോൾ ആ നെയ്യിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അപ്പോൾ അത് മാറ്റിയിട്ട് പാല് മാത്രമായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പാലും പിന്നെ മഞ്ഞൾപ്പൊടി നല്ല വീട്ടിൽ പൊടിച്ച പൊടിയാണ് കേട്ടോ, നാടൻ മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടി മിക്സ് ചെയ്തിട്ട് അതാണ് ഞാൻ ഒരു ക്ലെൻസറായിട്ട് മുഖത്ത് തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് പാലും നമ്മുടെ മഞ്ഞൾപ്പൊടിയും കൂടി തേക്കുകയാണ്. അപ്പോൾ അത് എല്ലാ ഭാഗത്തും തേച്ച് എൻ്റെ മുഖത്ത് പിമ്പിൾസും അതിൻ്റെ മാർക്സൊക്കെ ഉണ്ട്, ഇപ്പോഴും ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതേപോലെ കുറഞ്ഞത് നമ്മുടെ ഈ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ഫേസ് പാക്കും അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ടൊക്കെയാണ് കേട്ടോ കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് 100% എല്ലാവരും ചെയ്ത് നോക്കും. 100% റിസൾട്ട് കിട്ടും. മുഖം നല്ല ബ്രൈറ്റ് ആകും, നന്നായിട്ട് മുഖം ഗ്ലോ ചെയ്യും. 100% റിസൾട്ടിന് കേട്ടോ, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ ക്ലെൻസ് ചെയ്യട്ടെ. നമ്മുടെ പാലും മഞ്ഞൾപ്പൊടിയും വെച്ചിട്ട് ഞാൻ ക്ലെൻസ് ചെയ്യട്ടെ. ക്ലെൻസ് ചെയ്തിട്ട് ഞാൻ മുഖം മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നും നമ്മുടെ മുഖത്ത് ഈ പാലും മഞ്ഞൾപ്പൊടി ഇട്ട നല്ല ഡിഫറൻസ്, അതായത് നമുക്ക് തന്നെ നല്ല ഡിഫറൻസ് തോന്നിക്കും. നന്നായിട്ട് മുഖം ബ്രൈറ്റ് ആവും. നല്ലൊരു ക്ലെൻസറാണ്. അപ്പോൾ എന്നും വെറും മഞ്ഞൾപ്പൊടിയും പാലും വെറുതെ നമ്മളൊന്ന് കുളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒന്ന് ഇട്ടാൽ നന്നായിരിക്കും. അപ്പോൾ ഇതാ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിട്ടിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഇത് 10 മിനിറ്റ് അത്രയൊക്കെ ഞാൻ വയ്ക്കുന്നുള്ളൂ. അത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതാ ഞാനൊന്ന് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ്. കഴുകി കളയും ചെയ്യും. ഞാനിപ്പോൾ തന്നെ നനഞ്ഞൊരു തുണി വെച്ചിട്ട്, ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഇതിങ്ങനെ തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ എല്ലാം അങ്ങനെ തുടച്ചെടുക്കുക. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ വോയിസ് ഓവറിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ശബ്ദം കൂടി ഉണ്ടായിരിക്കും കേട്ടോ. നല്ല ഇടിയും മഴയൊക്കെ ഉണ്ട്. ഞാൻ വോയിസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വേറെ കുറച്ച് ബാക്ക്ഗ്രൗണ്ടിൽ വേറെ കുറേ ശബ്ദങ്ങളൊക്കെ ആയിട്ട് വോയിസ് കട്ട് ചെയ്തതാണ് കേട്ടോ. അതാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇനിതാ രണ്ടാമത്തെ സ്റ്റെപ്പ് സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഹണി പഞ്ചസാരയാണ് കേട്ടോ. നമ്മുടെ തേനും പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ അതിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തേനും പഞ്ചസാരയും കൂടി തന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഒരു ഒട്ടലൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ തേനൊക്കെ നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതാണ് കേട്ടോ. ഗ്ലോ കിട്ടാനും ഒക്കെ നല്ലതാണ്. പിന്നെ തേനും പഞ്ചസാരയും കൂടി ആകുമ്പോൾ ഇപ്പോൾ നമുക്ക് പിമ്പിൾസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. പക്ഷേ ആ പിമ്പിൾസൊക്കെ ഉള്ള ഭാഗത്ത് നമ്മൾ അധികം സ്ക്രബ് ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ സ്ക്രബ് ചെയ്യാണ് കേട്ടോ ഞാൻ. ഇതും നാടൻ തേനാണ് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തൊന്നും സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടെ. സ്ക്രബ് ചെയ്തിട്ടൊന്നും ഇങ്ങനെ ഒന്ന് സ്ക്രബിങ് മസാജ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ഇത് നമുക്കൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം വാഷ് ചെയ്ത് കളയാം. ഇത് ഞാൻ വാഷ് ചെയ്ത് കളയാണ്ടോ ചെയ്തത്, കോട്ടൺ തുണി വെച്ച് തുടക്കിയല്ല, ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒന്നിങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുക്കട്ടെ.
ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം. നമുക്ക് ഇത്തരത്തിലുള്ള ഇതേപോലത്തുള്ള നമ്മുടെ നാടൻ ആയിട്ടുള്ള ഫേസ് പാക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ മുഖത്തിട്ടാൽ നമുക്ക് നന്നായിട്ട് മാറ്റം ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതാ തേർഡ് വൺ, ഒരു ടോണറായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് റോസ് വാട്ടറാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ റോസ് വാട്ടറും അതിലേക്ക് കുറച്ച് കറ്റാർവാഴയുടെ ജെല്ലും അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം. ഞാനിവിടെ റോസ് വാട്ടർ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ 4ാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ ഫേസ് മാസ്ക്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ നേന്ത്രപ്പഴവും അതുപോലെ തന്നെ തേനും പാലും നന്നായിട്ട് മിക്സിയിൽ അടിച്ച് നന്നായിട്ട് പേസ്റ്റ് ആക്കിയതിന് ശേഷമാണ് മുഖത്തിടുന്നത്. ഇതൊരു 15 മിനിറ്റ് കളഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അടിപൊളിയായിട്ടുള്ളൊരു ഫേഷ്യലാണ് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റിയ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റാ.